വൽആഖിബതു ലിൽ മുത്തഖീൻ. സൂറത്തുൽ അറാഫിൽ അല്ലാഹ് പരിചയപ്പെടുത്തുകയാണ്. ഖാല മൂസാ ലിഖൗമിഹി, സയ്യിദുനാ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം തന്റെ ജനതയോട് പറയുകയാണ്, ഇസ്തഈനൂ ബില്ലാഹ്. നിങ്ങൾക്ക് എന്ത് പ്രയാസം വന്നാൽ, നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത സങ്കടങ്ങൾ വന്നാൽ, സഹിക്കാൻ കഴിയാത്ത വേദനകൾ വന്നാൽ, താങ്ങാൻ പറ്റാത്ത സാമ്പത്തിക പരാധീനതകൾ നിങ്ങൾക്ക് വന്നാൽ, നിങ്ങൾ സഹായം തേടേണ്ടത് ആരോടാണ്? ഇസ്തഈനൂ ബില്ലാഹ്. ബയാന തഫ്സീറുമില്ലാതെ എല്ലാം അറിയുന്ന, ഒളിക്കണ്ണുകൊണ്ടുള്ള നോട്ടമറിയുന്ന, ഹൃദയത്തിന്റെ ഉള്ളറകളിൽ ഗോപ്യമാക്കി വെച്ചിരിക്കുന്ന സകല കാര്യങ്ങളെയും അല്ലാഹു അറിയുന്നുണ്ടെങ്കിൽ ആ പടച്ചവനോട് നിങ്ങൾ സഹായം തേടണേ. നിങ്ങൾ അല്ലാഹുവിനോട് സഹായം തേടണേ. സങ്കടങ്ങൾ വരുമ്പോൾ സഹായം തേടേണ്ടത് പടച്ചവനോടാണ്. ദുഃഖങ്ങൾ വരുമ്പോ വൃണത ഹൃദയരെ, വ്യതിത ഹൃദയരെ, നമ്മുടെ സങ്കടത്തിന്റെ ഭാണ്ഡക്കെട്ടുകൾ ഇറക്കി വെക്കാൻ നമുക്കൊരു മുറ്റമുണ്ട്. അത് പടച്ചവന്റെ മുറ്റമാണ്. അത് അള്ളാന്റെ മുന്നിലാണ്. ഒരു പടപ്പിനോടും നമ്മുടെ സങ്കടങ്ങൾ പറയണ്ട. നമ്മുടെ രോഗങ്ങളും നമ്മുടെ വേദനകളും ഒരു പടപ്പിനോട് നമ്മൾ പറയണ്ട. എന്തുകൊണ്ടെന്നറിയോ സഹോദരങ്ങളെ? ഒന്നുകിൽ അവൻ നമ്മുടെ ശത്രുവായിരിക്കും, അതിൽ അവന് സന്തോഷിക്കും. എനിക്ക് കുറെ കടങ്ങൾ വന്നു, എനിക്ക് കുറെ രോഗങ്ങൾ വന്നു, എന്റെ മനസ്സിന് താങ്ങാൻ പറ്റാത്ത, എന്റെ ഹൃദയത്തിന് വല്ലാത്ത മുറിവ് വന്നു. ഞാൻ പറയുന്ന ജനതതി ഒന്നുകിൽ എന്റെ ശത്രുവായിരിക്കും, എനിക്ക് വന്നല്ലോ എന്ന് ആലോചിച്ചിട്ട് അവര് സന്തോഷിക്കും. എന്തിനാണ് ശത്രുവിനെ നമ്മൾ സന്തോഷിപ്പിക്കുന്നത്? അതല്ലെങ്കിൽ നമ്മുടെ ദുഃഖങ്ങൾ കേൾക്കുന്നത് നമ്മുടെ മിത്രമായിരിക്കും. അവർക്ക് വല്ലാത്ത സങ്കടമാണ്. നമുക്കൊരു വേദന വരുന്നത് അവർക്ക് താങ്ങാൻ പറ്റില്ല. എന്തിനാ നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നത്, സങ്കടപ്പെടുത്തുന്നത്? ഇതെല്ലാം പറയാ നമുക്കൊരു നാഥനില്ലേ? കല്ലുടുക്കിലെ പുൽക്കൊടിക്ക് പോലും കുടിനീര് കൊടുക്കുന്ന അല്ലാ, വേദനയോടെ പ്രയാസത്തിന്റെ കാർമേഘം ഇരുണ്ടു മൂടുമ്പോ അവന്റെ ഹൃദയത്തിലേക്ക് കർക്കടകം പെയ്യിപ്പിക്കുന്ന അല്ലാ, ആ പടച്ചവന്റെ മുമ്പിൽ നമ്മുടെ സങ്കട കഥകൾ പറഞ്ഞൂടെ? അറിയുമല്ലോ, ഒരു പ്രവാചകനെ പറ്റിയിട്ട് ഭാര്യ ഒളിച്ചോടി പോയി എന്നതിന്റെ പേരിൽ, അല്ലെങ്കിൽ ഭാര്യ മരിച്ചു എന്നതിന്റെ പേരിൽ കരഞ്ഞ് കരഞ്ഞ് കണ്ണിന്റെ കൃഷ്ണമണി വെളുത്തുപോയ ഏത് ഭർത്താവാ ലോകത്തുള്ളത്? ഭർത്താവ് മരണപ്പെട്ടതിന്റെ പേരിൽ വൈദവ്യം പേറി കഴിയുന്ന പ്രിയപ്പെട്ട ഭാര്യ ഇതായിരുന്നു കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞ്. ഏതു പെണ്ണിന്റെ കൃഷ്ണമണിയാണ് വെളുത്തുപോയത്? വാപ്പ മരിച്ചല്ലോ, ഉമ്മ മരിച്ചല്ലോ, മക്കള് മരിച്ചല്ലോ, കൂടപ്പുറപ്പുകൾ മരിച്ചല്ലോ. ആ വിയോഗം താങ്ങാൻ കഴിയാത്ത മുറിവ് നമ്മളെ സമ്മാനിക്കുമ്പോ കരഞ്ഞ് 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 കണ്ണിന്റെ കൃഷ്ണമണി വെളുത്തുപോയ ലോകത്താരെങ്കിലും ഉണ്ടോ? ഇല്ലേ, ഇല്ല. എന്നാൽ പുത്രവിയോഗത്തിന്റെ പേരില് മനം നൊന്ത് കരഞ്ഞ് കരഞ്ഞ് 40 വർഷക്കാലം, 4 പതിറ്റാണ്ട് കരഞ്ഞ് കരഞ്ഞ് കണ്ണിന്റെ കൃഷ്ണമണി വെളുത്തുപോയ ഒരു വൃദ്ധനായ പിതാവുണ്ട്. അല്ല തന്നെ പറഞ്ഞല്ലോ, വബിയല്ലത്ത് ഐനാഹു മിനൽ ഹുസ്നി ഫഹുവ തന്റെ പൊന്നുമോന് സൗന്ദര്യത്തിന്റെ പ്രതീകമായ യൂസുഫിനെ നഷ്ടപ്പെട്ടപ്പോൾ ചെറിയ പ്രായത്തിൽ തന്റെ പൊന്നുമോൻ, തന്റെ കരളിന്റെ കസനം, ജീവന്റെ തുടിപ്പ്, ഹൃദയത്തിന്റെ മിടിപ്പ്, തന്റെ പൊന്നുമോന്റെ വേദനയോടെ കരഞ്ഞു കരഞ്ഞ വാപ്പ യാക്കോബിന്റെ കൃഷ്ണമണി വെളുത്തു പോവുകയാണ്. സഹോദരങ്ങളെ, നിങ്ങൾക്കറിയുമോ, ചില തഫ്സീറുകളിൽ കാണാ, യാക്കോബ് നബിയുടെ അടുക്കലേക്ക് തന്റെ സഹോദരനായ ഒരാൾ വന്നു. എന്നിട്ട് ചോദിച്ചു, യാക്കോബേ, നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ച പോയത് എന്തുകൊണ്ടാ? കണ്ണിന്റെ കൃഷ്ണമണി വെളുത്തുപോയത് എന്തുകൊണ്ടാണ്? ആ സമയത്ത് യാക്കോബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, എന്റെ പൊന്നുമോന്റെ വേർപാടാണ്. ചോദിച്ചു, നിങ്ങളെ മുതുക് വില്ല് പോലെ വളഞ്ഞല്ലോ, എന്തുകൊണ്ടാണ്? എന്റെ ബിന്യാമീന്റെ വിയോഗത്തിൽ ഞാൻ പുറത്തിറങ്ങാതെ ഇരുന്നിരുന്ന് എന്റെ നട്ടെല്ല് വളഞ്ഞു പോയതാണ്. ആ സമയത്ത് യാക്കോബ് നബിയുടെ നെറ്റിത്തടത്തില് എന്തോ ഒരു വിയർപ്പ് കണങ്ങൾ. യാക്കോബ് നബി അലൈഹിസ്സലാമിന്റെ മനസ്സിനകത്ത് എന്തോ ഒരു വലിയ ഭാരം. തല കുനിഞ്ഞു പോകുന്നു.
ഇറങ്ങി വരുന്നു നാമൂസ് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. എന്നിട്ട് മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിനോട് ചോദിച്ചത് എന്തെന്നറിയോ? അമാ തസ്തഹി. ആദ്യം വന്നിട്ട് പറയുകയാണ് അല്ലാഹു നിങ്ങൾക്ക് സലാം പറഞ്ഞിരിക്കുകയാണ്, അല്ലാഹു നിങ്ങൾക്ക് സലാം പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ അറിയിപ്പ് ജിബ്രീൽ കൈമാറുകയാണ്. അമാ തസ്തഹി, നിങ്ങൾക്ക് നാണമുണ്ടോ? ആരോടാ ചോദിക്കുന്നത്? നന്നായിട്ട് പഠിച്ചോ, അവസാനം വരെ കേൾക്കണം. യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടത് തന്റെ യൂസുഫിന്റെ വേർപാടിലും, തന്റെ മുതുകു വളഞ്ഞത് തന്റെ ബിന്യാമീനിന്റെ വേർപാടിലുമെന്ന് പരാതി തന്റെ സഹോദരനോട്, ഈ സഹോദരനോട് തന്റെ ആവലാതി ബോധിപ്പിച്ചപ്പോൾ, തന്റെ സങ്കടം പങ്കുവച്ചപ്പോ, തന്റെ വേദന ഷെയർ ചെയ്തപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നു, അമാ തസ്തഹി, ഉളുപ്പുണ്ടോ? നിങ്ങൾക്ക് നാണമുണ്ടോ? നിങ്ങൾക്ക് ലജ്ജയുണ്ടോ? ഒരൽപ്പ വകതിരിവ് നിങ്ങൾക്കുണ്ടോ? യാക്കൂബ് നബി അലൈഹിസ്സലാം അത്ഭുതപ്പെട്ടുകൊണ്ട് മുഖത്തേക്ക് നോക്കുന്നു. ആ സമയത്താണ് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുകയാണ്, എന്തേ നിങ്ങളോട് അല്ലാഹു അങ്ങനെ ചോദിച്ചതെന്നറിയോ? തഷ്കൂനി ഇലാ ഗൈരി, ഞാൻ തന്ന വേദനകൾ നിങ്ങൾ മറ്റൊരാളോട് എന്തിന് പങ്കുവച്ചു? ഞാൻ നിങ്ങൾക്ക് തന്നതല്ലേ ഈ ദുഃഖവും ഈ സങ്കടങ്ങളെല്ലാം, ഇതെന്തിന് നിങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു നടക്കണം? ആ സമയത്താണ് യാക്കൂബ് നബി അലൈഹിസ്സലാം ബോധോദയം തിരിച്ചു വീണ് കിട്ടിയവനെ പോലെ എഴുന്നേറ്റിരുന്നിട്ട് പറയുകയാണ്, ഖുർആൻ പറയുന്നു, ഇന്നമാ അഷ്കൂ ബത്തി വഹുസ്നി ഇലല്ലാഹ് റബ്ബുൽ അലീമേ, സർവലോക സംരക്ഷക, എന്റെ സർവ ദുഃഖങ്ങളും എന്റെ വിഷമങ്ങളും എന്റെ സങ്കടങ്ങളും ഇതാ നിന്റെ മേ ഞാൻ അങ്ങ് ഏൽപ്പിക്കുകയാണ്. എന്റെ ദുഃഖവും എന്റെ സങ്കടവും എന്റെ വിഷമവുമല്ല, ഇതാ നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് യാക്കൂബ് നബി പറയുകയാണ്, റബ്ബി അമാ തർഹമു ശൈഖൽ കബീർ ഖസൗത ലഹരി ഖവസ്ത ലഹരി അദ്ഹബ്ത ബസരി. പടച്ചോനെ, ഈ വൃദ്ധനോട് നിനക്ക് കരുണ കാണിച്ചൂടെ? ഞാൻ എല്ലാം നിന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്, ഈ വൃദ്ധനോട് ഒരിത്തിരി ദയ കാണിച്ചൂടെ? ഖവസ്ത ലഹരി, എന്റെ മുതുകിനെ നീ വളച്ചു. അദ്ഹബ്ത ബസരി, എന്റെ കാഴ്ചയെ നീ പോവിപ്പിച്ചു. ഫർദുദ് അലയ്യ റൈഹാനത യൂസുഫ വ ബിന്യാമീൻ, എന്റെ പൊന്നുമക്കളായ യൂസുഫിനെ ബിന്യാമീനെ എനിക്ക് തിരിച്ചു തരൂലേ? നീ എനിക്ക് തിരിച്ചു തരൂലേ തമ്പുരാനെ? ചോദിക്കുകയാണ്. അല്ല പറഞ്ഞു, നീ എന്തിനാണ് ഞാൻ തന്ന സങ്കടം മറ്റൊരാളോട് പങ്കുവച്ചത്? അല്ലാഹുവേ മാപ്പാക്ക്, എല്ലാം ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. ഈ വൃദ്ധനായ വയസ്സനായ കിഴവനോട് നിനക്ക് കരുണ കാണിച്ചൂടെ? എന്റെ റൈഹാനത്തായ, എന്റെ പനിനീർ പുഷ്പങ്ങളായ എന്റെ ബിന്യാമീനെയും യൂസുഫിനെയും എനിക്ക് തന്നൂടെ? ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞതെന്തെന്നറിയോ? ജിബ്രീൽ കരഞ്ഞുപോയി. ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, ലൗ കാനാ മയ്യിതൈനി ലനശർതുഹുമാ ലകാ. പടച്ചോനാണ്, ഈ രണ്ട് മക്കളും മരിച്ച് മയ്യത്തായ പോലും ഖബർ കുത്തി പൊളിച്ച് ഞാൻ അങ്ങക്ക് തരും നബിയേ. അങ്ങയുടെ സങ്കടം അത്ര വലുതാണ്. ബിന്യാമീനും യൂസുഫും മരിച്ചെങ്കിൽ പോലും ആ ഖബർ പിളർന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുതരുമായിരുന്നു നബിയേ. സഹോദരങ്ങളെ, ഇവിടെ ഞാൻ അടിവരയിട്ട് പറയുന്നത്, പിന്നീട് കുറെ വർത്തമാനങ്ങൾ നടക്കുന്നുണ്ട് യാക്കൂബ് നബിയും ജിബ്രീലും തമ്മിൽ അലൈഹിസ്സലാം. പക്ഷെ നമ്മുടെ വിഷയം അതല്ല. സമയം പരിമിതമാണ്, അറിവ് പരിമിതമാണ്. അതുകൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഏത് സങ്കടം വന്നാലും അള്ളാനോട് പങ്കുവെക്കണം, ആരോടും പങ്കുവെക്കണ്ട. ഈ യാക്കൂബ് നബി അലൈഹിസ്സലാമിനോട് ചോദിച്ച ചോദ്യം, നിനക്ക് നാണമുണ്ടോ? ഒരു ഹദീസിൽ കാണാം, നിങ്ങൾ എന്നോട് ചെയ്യുന്ന തെറ്റ് ഞാൻ ആരോടെങ്കിലും പറഞ്ഞോ? എന്റെ മുഖറബീങ്ങളായ അംലാക്കുകളോട് പോലും ഞാൻ, ഖുദ്സിയായ ഹദീസാണ്, ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഞാൻ തന്ന ഭക്ഷണം കഴിച്ച്, വെള്ളം കുടിച്ച്, വസ്ത്രം ധരിച്ച്, വീട്ടിൽ കിടന്നുറങ്ങി, വായു ശ്വസിച്ച്, നിങ്ങൾ നല്ല സുഖലോലുപന്മാരായി സുഖിയന്മാരായി നിങ്ങൾ കഴിയുമ്പോ നിങ്ങൾ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾ ഞാൻ എന്റെ മുഖറബീങ്ങളായ എന്റെ മലക്കുകളോട് പോലും ഞാൻ പറയുന്നില്ലല്ലോ. പിന്നെ എന്താ ഞാൻ നിങ്ങൾക്ക് ഒരു തലവേദന തരുമ്പോ നിങ്ങൾ ജനങ്ങളോട് ഇത് പറഞ്ഞു നടക്കുന്നത്? ഖുദ്സിയായ ഹദീസിൽ അല്ലാഹ് ചോദിക്കുകയാണ്. ഇത് പറഞ്ഞിട്ട് ഞാൻ
അടിവരയിട്ട് അണ്ടർലൈൻ കൊടുത്തിട്ടൊരു കാര്യം പറയാം. ദുആ ചെയ്യിപ്പിക്കുന്നതിനെതിരല്ല ഈ പറഞ്ഞത്. ദുആ ചെയ്യിപ്പിക്കുന്നതിനെതിരല്ല. നിങ്ങൾ ഒരിക്കലും ഇതിനെ ദുർവ്യാഖ്യാനം കൊടുത്ത് ചിന്തിക്കരുത്. നിങ്ങൾ എന്നെ മുജാഹിദാക്കരുതെന്നാണ് അതിന്റെ അർത്ഥം ഞാൻ പറയുന്നത്. മനസ്സിലായോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉസ്താദുമാരോട് ദുആരക്കാൻ പറയാം, കൂട്ടുകാരോട് ദുആരക്കാൻ പറയാം. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, എന്നെ മാത്രം അള്ളാഹ് എന്താണ് ഇങ്ങനെ ഒരു പരീക്ഷണം? നിങ്ങൾ നോക്ക്, അൻവർ ഉസ്താദിന്റെ പ്രിയപ്പെട്ട മകൻ ഖബറിലാണ്, നൗഷാദ് ബാക്കവി ഉസ്താദിന്റെ പ്രിയപ്പെട്ട മകൻ ഖബറിലാണ്. ഇതെങ്ങനെയാണ് അവർക്കത് സഹിക്കാൻ പറ്റുക? എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഈ മണ്ണിനടിയിൽ മണ്ണോട് ചേർന്ന് അല്ല, അതവരുടെ ശരീരമാണ്, അതൊരു ശരീരമാണ്, അവരറിയുന്ന പോലുമില്ല. മണ്ണോട് ചേർന്ന് പോയ ശരീരമാണെങ്കിലും ആ റൂഹ് ഇല്ലിയിൽ പാറി കളിക്കുകയാണ്. ആ രണ്ട് ആത്മാക്കളും, പ്രിയപ്പെട്ട പൊന്നുമോന്റെയും അതുപോലെ തന്നെ ഉസ്താദിന്റെ പ്രിയപ്പെട്ട മകന്റെയും ആ റൂഹ് നമ്മുടെ ഈ തലയ്ക്ക് മീതെ വന്ന് നിൽക്കുകയാണ്. സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമാണ്. മൂക്ക് കീപ്പോട്ടുള്ള മുസ്ലിം വിശ്വസിക്കേണ്ട കാര്യമാണ്. പഠിപ്പിച്ചത് ആരംഭ പൂവായ ഹബീബാണ്. അവരുടെ സാന്നിധ്യം ഈ സദസ്സിലുണ്ട്. എങ്ങനെയാണ് സഹിക്കാൻ പറ്റുക? ഇതിനൊക്കെ വലിയൊരു കഴിവാണ്. നിങ്ങൾ നോക്ക്, നൂഹ് നബിയുടെ ഈമാൻ പരിശോധിക്കാൻ സ്വന്തം മകനെ കൺമുമ്പിൽ അല്ലാഹു തആല മുക്കി കൊന്നു. കാന മിനൽ മുഗ്റഖീൻ. ഈമാൻ പരിശോധിക്കാൻ. ഇബ്രാഹിം നബിയുടെ പ്രിയപ്പെട്ട മകന്റെ കഴുത്തിൽ മിനയിൽ ചരിച്ചു കിടത്തിയിട്ട് കഴുത്തിലേക്ക് വാള് വെച്ച് അറുക്കാൻ അല്ലാഹു കൽപ്പിച്ചു. ഇബ്രാഹിം നബി ചെയ്തില്ലേ? എങ്ങനെ കഴിയുന്നു? ഈമാൻ പരിശോധിച്ചതാണ്. അഷ്റഫുൽ ഖൽക്കിന്റെ ആൺമക്കൾ ഖാസിം, ഇബ്രാഹിം, അബ്ദുള്ള, പ്രിയപ്പെട്ട മക്കളെ ഒക്കെ അല്ലാഹു തആല ചെറിയ പ്രായത്തിൽ തിരിച്ചെടുത്തു. ഈമാൻ പരിശോധിച്ചു. യാക്കൂബ് നബിയുടെ രണ്ട് മക്കളെയും തിരിച്ചെടുത്തു. അല്ലാഹു തആല ഈമാൻ പരിശോധിച്ചു. നിങ്ങൾ നോക്ക്, ഇവിടെ പഠിപ്പിക്കുന്ന അധ്യാപകനായ പ്രിയപ്പെട്ട ഒരു ഉസ്താദിന്റെ അനുജൻ കഴിഞ്ഞ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പല്ലേ റഫീഖ് ഉസ്താദിന്റെ പ്രിയപ്പെട്ട മകൻ KTCT ഹോസ്പിറ്റലിന്റെ മുമ്പിൽ മരണപ്പെട്ടത് അപകടത്തിൽ. അള്ളാഹു ആ പ്രിയപ്പെട്ട സഹോദരനും ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. താങ്ങാനുള്ള കഴിവ് അള്ളാഹു നൽകട്ടെ. സഹിക്കാൻ പറ്റില്ല സഹോദരങ്ങളെ. എന്തൊക്കെ നമുക്ക് ഉപദേശിക്കാം, അതൊക്കെ ശരിയാ. പക്ഷേ ജീവിതത്തിൽ ഇതൊന്നും താങ്ങാൻ പറ്റില്ല. യാക്കൂബ് നബി അലൈഹിസ്സലാം എങ്ങനെയാണ് താങ്ങിയതെല്ലാം? 2 മക്കൾ നഷ്ടപ്പെട്ടു പോകുമ്പോ കരഞ്ഞ് കരഞ്ഞ് ആ മനുഷ്യന്റെ കണ്ണ് വെളുത്തുപോയി. അത്രയും കരഞ്ഞിട്ടില്ലേ? ഒരേ ഇരിപ്പിരുന്നിട്ട് മുതുകു വളഞ്ഞു പോയില്ലേ? ആ പ്രിയപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാമിന് ഇത്രയും ദുഃഖം വന്നിട്ട് സ്വന്തം സഹോദരനോട് പറയാ, ഇരുന്നിരുന്നിരുന്ന് ബിന്യാമീൻ പോയപ്പോ വെളിയിലൊന്നും ഇറങ്ങിയില്ല, അങ്ങനെ ഇരുന്നിരുന്ന് മുതുകൊക്കെ വളഞ്ഞുപോയി. യൂസുഫ് പോയ അന്ന് പോലെ കരച്ചിലല്ലേ? കരഞ്ഞ് 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 എന്റെ കൃഷ്ണമണി വെളുത്തുപോയി. അള്ളാഹ്ക്ക് സഹിച്ചില്ല. ഇത് ദുആരക്കുന്നതിനെതിരല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഉംറയ്ക്ക് പോകാൻ ഇറങ്ങുമ്പോ മഹാനായ പ്രിയപ്പെട്ട പ്രവാചകൻ പറഞ്ഞു, ലാ തൻസാനി മിൻ ദുആയിക യാ ഉമർ, ദുആയിലെ വിട്ടുപോകല്ലേ ഉമറേ. ഷാഫി റളിയല്ലാഹു തആല അൻഹു രോഗിയായി കിടക്കുമ്പോ, മക്കളെ എനിക്ക് രോഗമാണ്, മുത്തഅല്ലിമീങ്ങളെ വിളിച്ചിട്ട് മിസ്രിലെ പ്രിയപ്പെട്ട നഫീസത്തുൽ മിസ്രിയ എന്ന ഇന്നും ഈജിപ്തിൽ പോയാൽ നമുക്ക് കാണാൻ പറ്റുന്ന ആയിരക്കണക്കിന് ആളുകൾ ഒരു ഖബറിന്റെ ചാരത്ത് വന്ന് സലാം പറഞ്ഞു പോകുന്ന പാവപ്പെട്ട മിസ്രി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ, അവര് നമ്മളെ പോലെ സ്ത്രീയാണ്, നമ്മളെ പോലെ വികാര വിചാരമൊക്കെ ഉണ്ട്. പക്ഷെ അവരുടെ മഹത്വം എന്താ? മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അസുഖം വരുമ്പോ പറഞ്ഞു വിടും, മുത്തഅല്ലിമീങ്ങളെ, വാ മക്കളെ നഫീസത്തുൽ മിസ്രിയോട് ചെന്നിട്ട് പറ ഉസ്താദിന് സുഖയില്ല എന്ന്. ഓടി ചെന്നിട്ട് പറയും, ഉസ്താദിന് തീരെ സുഖയില്ല. അവര് ദുആരക്കും. മക്കള് തിരിച്ചെത്തുമ്പോഴേക്ക് ഉസ്താദ് എഴുന്നേറ്റിരുന്ന കിതാബ് വായന തുടങ്ങും. അസുഖം ഭേദമാകും. ഒരിക്കൽ പോയപ്പോ പറഞ്ഞു, വജ്ഹ് കാണാൻ സമയമായിരിക്കുകയാണല്ലോ എന്ന് ആ ഉമ്മ പറഞ്ഞു. നഫീസത്തുൽ മിസ്രിയ തങ്ങളുടെ വാക്ക് കേട്ടിട്ട് ഓടി വന്ന ശിഷ്യന്മാര് പറഞ്ഞു, ഉസ്താദെ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞല്ലോ, ഇത്രയും നാൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഞാൻ പോകാൻ സമയമായി എന്നതിന്റെ സൂചനയാണ്. നമുക്ക് സങ്കടങ്ങൾ മറ്റുള്ളവരോട് ദുആരക്കാൻ പറയാം, അതിനൊന്നും എതിരല്ല. പക്ഷെ ഇങ്ങനെ പറഞ്ഞു നടക്കുക, ഓ എന്നെ മാത്രം അള്ളാഹ്ക്ക് ഇങ്ങനെ പരീക്ഷണം. എന്തിനെങ്ങനെ പറയണം? നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും കറാമ്പറപ്പ് അള്ളാഹു മലക്കോട് പറയുന്നുണ്ടോ? തോന്നിയാസം എന്തറാ കാണിക്കൂട്ടുന്നു? പടച്ചോൻ ആരോടെങ്കിലും പറഞ്ഞോ? നമ്മളെങ്ങാനും ഭാര്യ കൊന്നിട്ട് കൊടഞ്ഞിട്ടാൽ നമ്മളെ ആരെങ്കിലും അംഗീകരിക്കോ? ഭാര്യ അംഗീകരിക്കോ? ചൂടും ചൂരുമേറ്റ് തന്റെ രാത്രികളെ ധന്യമാക്കിയിട്ട് മാറിടത്തിന്റെ സുഗന്ധമേറ്റു വാങ്ങുന്ന പ്രിയപ്പെട്ടവൾ ഇറക്കി വിടൂലേ വീട്ടിൽ നിന്ന്? ഭാര്യ ഭർത്താവ് ഇറക്കി വിടൂലേ? പ്രിയപ്പെട്ട മക്കൾ വാപ്പാന്ന് വിളിക്കോ? പ്രിയപ്പെട്ട മക്കൾ ഉസ്താദേന്നോ ഉസ്താദ് ശിഷ്യന്മാരെ വിളിക്കോ?
ആ നിലയിൽ നമ്മളുടെ ജീവിതം മുഴുവനും മലിനമായി കഴിയുമ്പോ അള്ളാഹു ഒരു മഖ്ലൂക്കിനോടും അത് പറയുന്നില്ല. ഒരു ചെറിയ തലവേദന തന്നാൽ പിന്നെ ഫേസ്ബുക്കിൽ അങ്ങോട്ട് വെച്ച് കാച്ചുക. എന്തിനാണത്? ആരോടും പറയണ്ട. നിന്റെ ശത്രു അറിഞ്ഞാൽ അവൻ സന്തോഷിക്കുകയാണ്, നിന്റെ മിത്രം അറിഞ്ഞാൽ അവൻ ദുഃഖിക്കുകയാണ്. രണ്ടും നിനക്ക് സങ്കടമല്ലേ? അതുകൊണ്ട് ആരോടും പറയണ്ട. ഇസ്തഈനു ബില്ലാ, നിന്റെ ദുഃഖങ്ങളെല്ലാം റബ്ബിന്റെ മുമ്പിൽ മാത്രം നീ അവതരിപ്പിക്കുക. എന്നാൽ അവസാനം അല്ലാഹ് പറയുന്നു വൽ ആഖിബത്തുൽ മുത്തഖീൻ, അല്ലാഹു അന്തിമ വിജയം കൊടുക്കുന്നത് മുത്തഖീങ്ങൾക്കാണ്. ഒരു ചെറിയ കഥ പറഞ്ഞിട്ട് ഞാൻ പോവാം. ഖുസ്റുവിന്റെ കഥ അറിയാത്തവരാരുമില്ല. നിങ്ങൾ നോക്കണേ, ഖുസ്റുവിന്റെ കഥ. ഒരു ഉമ്മ, ഒരു പ്രായമുള്ള ഉമ്മക്കാകെയുള്ള സ്വത്തെന്ന് പറയുന്നത് ഒരു ചെറിയ കോഴിക്കുഞ്ഞാൻ. ആ ഉമ്മയ്ക്ക് ഒരു ദീർഘയാത്ര ചെയ്യണം. അങ്ങനെ കോഴിക്കുഞ്ഞ് തന്റെ കൂട്ടിലടച്ചിട്ട് ആ ഉമ്മ വീട് പൂട്ടി ഇറങ്ങിപ്പോയി. ഖുസ്റുവിന്റെ കൊട്ടാരം തൊട്ടടുത്താണ്. ഖുസ്റുവിന്റെ കൊട്ടാരത്തിന്റെ വികസനം നടക്കുന്നു. ആ വികസനത്തിന്റെ ഭാഗമായി വീട് പൊളിച്ചു, കോഴിക്കോട് പൊളിച്ചു, കോഴിയെ അവര് കൊന്നുകളഞ്ഞു. ദിവസങ്ങൾ ആഴ്ചകൾ മാസങ്ങളായി ഉമ്മ തിരിച്ചു വന്നപ്പോ വീടുമില്ല, കോഴിയില്ല, കോഴി കിടന്നിടത്ത് പൂടയില്ല, ഒന്നുമില്ല എന്ന് കണ്ടപ്പോ ഖുസ്റുവിന്റെ കൊട്ടാര വികസനത്തിന്റെ പേരിൽ തന്റെ കോഴിക്കുഞ്ഞിനെ നശിപ്പിച്ചു കളഞ്ഞ ആ ഉമ്മ പരാതി പറഞ്ഞത് ഖുസ്റുവിനോടല്ല. ആ ഉമ്മ നേരെ ആകാശത്തേക്ക് തല ഉയർത്തിയിട്ട് ചോദിച്ച കഥ പറയുന്നുണ്ട്. എന്താണെന്നറിയോ? പടച്ചോനെ, ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, നീ എവിടെ പോയിരുന്നു? ഞാനിവിടെ ഉണ്ടായിരുന്നില്ല എന്റെ കോഴിയെ നോക്കാൻ, നീ എവിടായിരുന്നു? ആ ഒരു ചോദ്യം ഒരു കഥയിലെ ഒരു ഉമ്മയുടെ ചോദ്യമായി നമ്മൾ തള്ളേണ്ടതല്ല. നമ്മുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും വരുമ്പോ പടച്ചോനെ, നിന്നെ ഞാൻ ഏൽപ്പിച്ചതല്ലേ, അത്രയും ചോദിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം. നമ്മൾ ഏതെങ്കിലും ഒരു കാമുകിയെ വിളിച്ചിട്ട് നീ ആരോട് ചോദിച്ചോട് പോയടി, അല്ലെങ്കിൽ നീ എന്തിനു പോയി എന്ന് ചോദിക്കുമ്പോ അത്രയും അവകാശവും സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടല്ലേ ചോദിക്കുന്നത്? അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയോട് നമ്മൾ ചോദിക്കുന്ന ചോദ്യം അത്രയും അവകാശമുള്ളത് കൊണ്ടല്ലേ? അള്ളാഹുവിനോട് നമുക്ക് അത്രയും അവകാശം ഉണ്ടാകണം. അതിന് അന്യം നിൽക്കാൻ പാടില്ല. നമ്മൾ അജാനിബാകരുത്, അക്കാരിബാകണം. അതുകൊണ്ട് അള്ളാഹുവിനോട് ചേർന്ന് നിൽക്കുക. ചേർന്ന് നിന്നിട്ട് സങ്കടങ്ങൾ അവനോട് പറയണം. പടച്ചോനെ, അള്ളാഹുവേ, എന്റെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഒരുപാടുണ്ട്. മുനാജാത്തിന്റെ കുറെ സംഭവങ്ങളുണ്ട്. ഇർഷാദുൽ യാഫി പോലുള്ള ഗ്രന്ഥങ്ങളിൽ മുനാജാത്ത് നടത്തിയ മഹാന്മാര്, അതൊന്നും പറഞ്ഞാൽ പിന്നെ ബാക്കി 3 പറയാൻ സമയം കിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. സഹോദരങ്ങളെ, അതുകൊണ്ട് സങ്കടങ്ങൾ ഏതുണ്ടെങ്കിലും ആരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാം. ഇനി കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ദുആരക്ക് എന്ന് പറയാം. ഇച്ചിരി രോഗവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, ദുആരക്ക് എന്ന് പറയാം. അല്ലെങ്കിൽ ഇന്ന അവസ്ഥയാണ് ഇപ്പൊ എനിക്കുള്ളത്, ദുആരക്ക്. അല്ലാതെ കണ്ടില്ലേ ഉസ്താദെ, ഇന്നലെ എന്റെ ഭാര്യയ്ക്ക് വയ്യ, ഇന്ന് എന്റെ മോക്ക് വയ്യ, നാളെ എനിക്ക് വയ്യ, ഇതെന്തിനാ ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നതിന്റെ ആവശ്യമില്ല. എന്റെ മകൾക്ക് സുഖമില്ല, എന്റെ മകന് സുഖമില്ല, എന്റെ ഭാര്യയ്ക്ക് സുഖമില്ല, എന്റെ വാപ്പാക്ക് സുഖമില്ല, ഉസ്താദ് ദുആരക്കണം എന്ന് പറയാം. അതിനപ്പുറത്ത് നമ്മൾ പരാതിയും പരിഭവവുമായി പടച്ചവനെ സമീപിക്കരുത്. സങ്കടങ്ങൾ മുഴുവനും റബ്ബിനോടെ പറയാൻ പാടുള്ളൂ. ഇതാണ് ഒന്നാമതായി അന്ത്യം നന്നാകാൻ. ഇനി രണ്ടാമതായി അള്ളാഹുവിന്റെ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. സൂറത്തുൽ ഹൂദ് 49-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയുകയാണ്, തിൽക മിൻ അംബാഇൽ ഗൈബ് നുഹിഹാ ഇലൈക മാ കുൻത തഅലമുഹാ അൻത വലാ ഖൗമുക മിൻ ഖബ്ലി ഹാദാ ഫസ്ബിർ ഇന്നൽ ആഖിബത ലിൽ മുത്തഖീൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, നമുക്ക് അവസാനത്തെ ഭാഗം മാത്രം എടുക്കാം. ഫസ്ബിർ ഇന്നൽ ആഖിബത ലിൽ മുത്തഖീൻ. നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങൾ സഹിക്കണം, നിങ്ങൾ പൊറുക്കണം. സബർ എന്ന് പറഞ്ഞാൽ പിടിച്ചു നിൽക്കണമെന്നാണ്. നൗഷാദ് ഉസ്താദിന്റെ പ്രിയപ്പെട്ട മകൻ മരിച്ചപ്പോ ബഹുമാനപ്പെട്ട ഇവിടെ ഇജാസത്ത് കൊടുത്ത തെന്നിന്ത്യയിലെ സൂഫിസ ചക്രവാളത്തിന്റെ സൂര്യ തേജസ് ഈ വിനീതന്റെയും ഉസ്താദാണ് ബഹുമാനപ്പെട്ട ആശിഖുർ റസൂൽ KT മമ്മിക്കുട്ടി ഹസ്രത്ത്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. 2 വർഷം മഹാനുഭാവന്റെ ഗുരുമുഖത്ത് നിന്ന് അറിവ് ശേഖരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അദ്ദേഹം ദറസെടുക്കുമ്പോൾ നോക്കിക്കൊണ്ടിരിക്കാനുള്ള ഭാഗ്യം കിട്ടി. കാരണം അദ്ദേഹത്തിന്റെ മുമ്പിൽ പഠിക്കാനുള്ള യോഗ്യത പോലും നമുക്കില്ല എന്നുള്ളതാണ്.
ആ വലിയ മഹാൻ ബഹുമാനപ്പെട്ട ആറ്റാശ്ശേരി ഉസ്താദ് അവറുകൾ നൗഷാദ് ബാക്കവിക്ക് ഫോൺ ചെയ്തിട്ട് പറഞ്ഞത് 3 ദിവസം പിടിച്ചു നിൽക്കണം. 4-ാം ദിവസം മുതൽ ഏത് മനുഷ്യനും പിടിച്ചിരിക്കാൻ പറ്റും. ആദ്യത്തെ 3 ദിവസം പിടിച്ചു നിന്നില്ല എങ്കിൽ ഈമാൻ പരിശോധിക്കണം. എന്നാലോചിച്ച് നോക്കിയേ. അന്ന് നൗഷാദ് ബാക്കവി ഉസ്താദ് എന്നോട് പറഞ്ഞതാണ്, ഇങ്ങനെ പറയുന്ന ഒരു മറുപടിയിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം നമ്മോട് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കരയുക? 3 ദിവസം അസ്സബ്റു ഇൻദ സ്വദമത്തിൽ ഊല. 1 മാസം കഴിഞ്ഞ് ആർക്കാ സഹിക്കാൻ പറ്റാത്തത്? വിഷമവും വേദനയൊക്കെ ഉണ്ടാവും. പക്ഷെ ആദ്യത്തെ ആ ഒരു വേവും നീറ്റലും നോവും ഇതെല്ലാം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞാൽ ആ പിടിച്ചു നിൽക്കുന്നതിന്റെ പേരാണ് സബ്ർ. സബ്ർ എന്ന് പറഞ്ഞാൽ, ക്ഷമ എന്ന് പറഞ്ഞാൽ വെറും ഇംഗ്ലീഷിലെ ഒരു 4 അക്ഷര സോറി, ഒരു 5 അക്ഷരം നമ്മൾ പറയുന്ന ലാഘവമല്ല. പിന്നെയോ സബ്ർ എന്ന് പറഞ്ഞാൽ പിടിച്ചു നിൽക്കുക, പിടിച്ചു നിൽക്കുക. ആ പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ ഏത് പരീക്ഷണം വന്നാലും പിടിച്ചു നിന്നാൽ വല്ലാഖിബത്തുൽ മുത്തഖീൻ, ഇന്നൽ ആഖിബത്തുൽ മുത്തഖീൻ, അവനാണ് അന്തിമ വിജയം അല്ലാഹു കൊടുക്കുക. നിങ്ങൾക്കറിയോ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ, നന്നായിട്ട് ശ്രദ്ധിക്കണേ സഹോദരിമാര്, ചെറിയ പ്രായത്തില് ബൈത്തുൽ മുഖദ്ദസിന്റെ മെഹ്റാബിനോട് ചേർന്നിട്ടൊരു ചെറിയ റൂം ഉണ്ടാക്കിയിട്ട് ആ റൂമിനകത്ത് ഹന്ന ബീവിയുടെ അനുജത്തിയുടെ ഭർത്താവാണ് സക്കരിയ നബി അലൈഹിസ്സലാം. സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ ഭാര്യയുടെ ജേട്ടത്തിയുടെ മകളാണ് മറിയം. ഈ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ എന്ന കൊച്ചു പെൺകുട്ടിയെ ഒരു ബനാത്ത് പോലെ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചിലര് കരുതുന്നത് ഇപ്പൊ കൂണ് പോലെ മുളച്ചു പൊന്തുന്ന അറബി കോളേജുകൾ എന്നാണ്. അല്ല, ബൈത്തുൽ മുഖദ്ദസിനകത്ത് ഒരു ബനാത്ത് ഉണ്ടായിരുന്നു. ആ ബനാത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയുടെ പേര് മറിയം. മറിയം എന്ന് പറഞ്ഞാൽ എഴുത്തിക്കാഫ് ഇരിക്കുന്നവൾ, ഭജന ഇരിക്കുന്നവൾ എന്നാണ്. ആരാ? ഉസ്താദ് സക്കരിയ നബി. ഒരു പ്രവാചകൻ മാത്രമല്ല, ഉമ്മയുടെ അനുജത്തിയുടെ ഭർത്താവ്, എളാപ്പയാണ്. ആ സക്കരിയ നബി അലൈഹിസ്സലാം റോമിൽ നിന്ന് ഒരു ദിവസം തന്റെ പ്രിയപ്പെട്ട ജേട്ടത്തിയുടെ മകളുടെ ആ ഇരിപ്പിടത്തേക്ക് വരുമ്പോ ആ നാട്ടില് ആ കാലഘട്ടത്തിൽ കിട്ടാത്ത ഏറ്റവും രുചികരമായ കൊതിയൂറുന്ന സ്വാദുള്ള പഴവർഗം കണ്ടപ്പോ അന്നാലക്കി ഹാദ, ഇത് എവിടെന്ന് മോളെ എന്ന് ചോദിച്ചപ്പോൾ ഹുവമിൻ എന്തില്ല, ഇതെനിക്ക് പടച്ചോൻ തന്നതാണെന്ന് മറിയം ബീവിയുടെ മറുപടി. ചെറിയ പ്രായത്തില് പള്ളിക്കകത്ത് മെഹ്റാബിനോട് ചേർന്ന തന്റെ പഠന റൂമിനകത്ത് ആ കാലഘട്ടത്തിൽ കിട്ടാത്ത പഴവർഗ്ഗങ്ങൾ കൊടുത്ത പടച്ചതമ്പുരാൻ 18ന്റെ നിറവിൽ ജിബ്രീൽ മാലാഖയുടെ റൂഹൂദലിലൂടെ ഗർഭവതിയായി മലമടക്കിൽ ഇരിക്കുന്ന സന്ദർഭത്തില് ഞാൻ പ്രസവി ഗർഭിണിയായ ഒരു പാവപ്പെട്ട സ്ത്രീയാണ് പടച്ചവനെ. എന്റെ വയറിനകത്ത് അല്ലാഹുവേ നീട്ടുന്ന കുഞ്ഞിനെ ഞാൻ ഗർഭം ധരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നിവരാനും കുനിയാനും ചരിയാനും ചലിക്കാനും ചിരിക്കാനും നടക്കാനും പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ എവിടെന്ന് വിശപ്പ് മാറ്റുമെന്ന് ചോദിച്ചപ്പോൾ മറിയം ബീവിയുടെ മനസ്സിന്റെ ഏതോ ഒരു കോണിലുണ്ടായ ഒരു ആശങ്ക എന്തെന്നറിയോ? എന്താണ്? ചെറിയ പ്രായത്തില് മെഹ്റാബിനകത്ത് ഭക്ഷണം തന്ന പടച്ചതമ്പുരാൻ ഇപ്പൊ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഓടിച്ചാടി നടക്കുന്ന, ചെറിയ പ്രായത്തില് പഴം തന്നെങ്കില് ഇപ്പൊ ഞാൻ ഗർഭിണിയായി ഉന്തിയ വയറും പിടിച്ചുകൊണ്ട് ആരും അറിയാതെ ആരെങ്കിലും ഈ ഗർഭത്തിന്റെ പിന്നിൽ ആരെന്ന് ചോദിക്കുമ്പോ ഇന്നി നദർതു ലിർറഹ്മാനി സൗമൻ ഫലനുകല്ലിമൽ യൗമ ഇൻസിയ, ഇന്ന് ഞാൻ ആരോടും മിണ്ടില്ല, മൗനവ്രതമാണെന്ന് പറയാൻ പടച്ചവന്റെ ശക്തമായ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് വെള്ളം കുടിക്കണ്ടേ, ഭക്ഷണം കഴിക്കണ്ടേ? എവിടെന്നാണ് ഭക്ഷണം കിട്ടുക? ആ സമയത്ത് മറിയം ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, റബ്ബേ ഞാൻ എവിടെന്ന് ഭക്ഷണം കഴിക്കും? അല്ലാഹ് പറഞ്ഞു, മെഹ്റാബിന്റെ തൊട്ടടുത്ത റൂമിനകത്ത് ചെറിയ പ്രായത്തിൽ പഴം തന്ന ഞാൻ ഇപ്പോഴും എനിക്ക് കഴിവൊക്കെയുണ്ട്. പക്ഷേ നിനക്ക് ഇപ്പൊ കഴിക്കണമെങ്കിൽ നീ അല്പം അടുത്തുള്ള മരത്തിന്റെ, ഈന്തപ്പന മരത്തിന്റെ മടല് പിടിച്ച് കുലുക്കിയിട്ട് അടർന്നു വീഴുന്ന ഈന്തപ്പഴം പറക്കി നീ തിന്നോ. എന്തേ? അല്ലാഹു തആല സത്യത്തിൽ കൊടുക്കേണ്ടത് അപ്പോഴല്ലേ? അല്ലാഹു അപ്പോഴല്ലേ നല്ല ഭക്ഷണം കൊടുക്കേണ്ടത്? നമ്മുടെ പെണ്ണുങ്ങൾക്ക് ഏക്ക് തുടങ്ങുന്നത് ഗർഭിണിയാകുമ്പോഴല്ലേ? ഇത് ഏക്കിന്റെ ഭക്ഷണമല്ല, ഇത് പച്ചമാങ്ങ തിന്നതല്ല, ഇത് വിശപ്പിന്റെ വിളിയാളം മൂലം കഴിക്കാൻ അല്പം ഭക്ഷണം ഞാൻ എവിടെന്ന് സംഘടിപ്പിക്കും? എനിക്ക് നാട്ടിലിറങ്ങാൻ വയ്യ. ആളുകൾ ചോദിക്കും, നിനക്ക് എവിടെന്നാണ് ഈ ഗർഭം? നിന്റെ വാപ്പ ഇങ്ങനെയല്ലല്ലോ, ഖുർആനാണ്. നീ മോശപ്പെട്ടവളായി എന്ന് പറഞ്ഞ ആളുകളുടെ വാക്കുകളുടെ ശരവേഗത്തിൽ വരുന്ന വിമർശനത്തിന്റെ കൂരമ്പുകളേറ്റിട്ട് ഞാൻ
മരിച്ചുപോയ കൊള്ളാമായിരുന്നു, യാ ലൈതനി കുന്തു യാ ലൈതനി മിത്തു ഖബല ഹാദാ വകുന്തു നസിയം മൻസിയ, ഒന്ന് മരിച്ചാ മതിയായിരുന്നു എന്ന് മറിയം ബീവി ചിന്തിക്കുന്ന രീതിയിലേക്ക് ജനങ്ങളുടെ പെരുമാറ്റം വന്നപ്പോ അള്ളാഹു പറഞ്ഞു, കഴിക്കണമെങ്കിൽ നീ കുലുക്കിയിട്ട് തിന്നോ, അല്ലാതെ എനിക്ക് തരാൻ സൗകര്യമില്ല. എന്തേ? അള്ളാഹുവിന് കഴിവില്ലാത്തത് കൊണ്ടാണോ? അള്ളാഹ്ക്ക് കഴിവുണ്ട്. എന്താ അതിന്റെ പിന്നിലെന്നറിയോ? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സഹോദരങ്ങളെ തഫ്സീറുകളിൽ കാണുന്നത് സുബ്ഹാനല്ലാഹ്, നമ്മൾ ഇതൊക്കെ വായിക്കുമ്പോ മനസ്സിലാക്കുമ്പോ നമുക്ക് ഞെട്ടലുണ്ടാവും. അള്ളാഹുവേ, എന്തോ ഒരു മറുപടിയാ പടച്ചോൻ കൊടുത്തത്. ഏ പെണ്ണെ മറിയമേ, ചെറിയ പ്രായത്തിൽ നിന്റെ മനസ്സിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മനസ്സിലായോ? ചെറിയ പ്രായത്തിൽ നിന്റെ മനസ്സിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നിന്റെ മനസ്സിൽ ഞാനല്ലാത്ത ഒന്നുകൂടിയുണ്ട്. അതേതാ? ചെറിയ പ്രായത്തിൽ മെഹ്റാബിനകത്ത് വെച്ച് നിനക്ക് ഞാൻ മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നീ കഴിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോ നിനക്ക് ഞാൻ ഭക്ഷണം നീ വേണമെങ്കിൽ പറിച്ചു കഴിച്ചോ എന്ന് പറഞ്ഞത് നിന്റെ മനസ്സിൽ ഞാനല്ലാത്ത ഒരാൾ കൂടി കടന്നുകൂടിയിട്ടുണ്ട്. അത് നിന്റെ വയറ്റിൽ കിടക്കുന്ന കുട്ടിയാ. നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കൂടി നീ ശ്രദ്ധിക്കുന്നുണ്ട്. നിന്റെ മനസ്സിൽ സ്നേഹം അല്പം പകുത്ത് നീ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിനക്ക് വേണമെങ്കിൽ നീ പിറക്കി. തഫ്സീറുകളിലുള്ള സംഭവമാണ്, തീരുന്നില്ല. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന് അത്ഭുതകരമായി ഈസാ നബിയുടെ ജനനത്തിന്റെ അത്ഭുതമായ ഖുദ്റത്ത് കാണിക്കാൻ അള്ളാഹു ചെയ്യേണ്ടത് എന്തായിരുന്നു? ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് മറിയം ബീവി ഗർഭിണിയാകുന്നു. അടുത്ത സെക്കൻഡിൽ മറിയം ബീവി പ്രസവിക്കുന്നു. അടുത്ത സെക്കൻഡിൽ ഈസാ നബി വളരുന്നു. അപ്പൊ ആർക്കും ഒരു സംശയം തോന്നൂലല്ലോ. ഇത് സാധാരണ ഒരു പെണ്ണിനെ പോലെ ഗർഭം ധരിച്ചു, പേറ്റുനോവിന്റെ ഞരക്കവും വേദനയും സഹിച്ച് നൊന്തു പ്രസവിച്ചു. ആ പ്രസവിച്ചതിന് ശേഷം തൊട്ടിലിൽ കിടന്ന് കുട്ടി വിളിച്ചു പറഞ്ഞു, എന്റെ ഉമ്മയെ നിങ്ങൾ വ്യഭിചാരി എന്ന് വിളിക്കരുത്, ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണ്, പ്രവാചകനാണ്, എന്റെ ഉമ്മ നിരപരാധിയാണെന്ന് വിളിച്ചു പറയാൻ അള്ളാഹു മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയെ പരീക്ഷിക്കുകയാണ്.